നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ നന്ദിനിയാണെങ്കിൽ ആ മുറിയിൽ പെട്ടുപോയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. നന്ദിനിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. ഒരറയായിരുന്നു, ആ അറയ്ക്കകത്ത് നന്ദിനി പെട്ടുപോയി. പുറത്തേക്ക് അലറി വിളിക്കുന്നുണ്ടെങ്കിലും ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ബാക്കി എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി കൊട്ടാരോ കണ്ട് അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് വേദ വിക്രത്തിനോട് പറഞ്ഞു, നല്ല ഭംഗി ഉണ്ടായിരുന്നില്ല കൊട്ടാരം കാണാനായിട്ട്. വിക്രം അതേന്ന് പറയണം. അപ്പോഴേക്കാണ് ശ്രീജി ചോദിക്കുന്നത്, അല്ല നന്ദിനി എന്തിയെന്ന് ചോദിക്കണം. അപ്പോഴാണ് എല്ലാവരും നന്ദിനിയെ നോക്കുന്നത്. അത് ശരിയാണല്ലോ, പറഞ്ഞ പോലെ നന്ദിനിയെ അടുത്തേ കാണുന്നില്ലോ എന്ന് വേദ പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ഇനിയിപ്പം നന്ദിനിയെ അടുത്ത് എങ്ങാനും ആ നിലവറ തപ്പി പോയിട്ടുണ്ടായിരിക്കോ? വിനായ പറഞ്ഞു, ശരിയാ, അവൾ അതല്ല അത് അപ്പുറം ചെയ്യും, അതുപോലെ ഒരു ബുദ്ധൂസ് അവളെന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാരും കൂടെ അങ്ങോട്ട് തിരയാൻ പോകുന്ന സമയത്ത് മാഷ വേദയോട് ചോദിച്ചു, അല്ല എന്താ നിലവറയുടെ കാര്യം എന്താന്ന് ചോദിക്കുക. അത് പിന്നെ ഇവിടുന്ന് ഒരു തുരങ്കമുണ്ട്, ആ ശ്രീപത്മനാഭൻ സ്വാമി ക്ഷേത്രം നിലവറയിലേക്ക് എത്താനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇനിയിപ്പോൾ സ്വർണവും വെള്ളിയും തേടി അങ്ങോട്ട് പോയെന്ന് അറിയില്ലോ എന്ന് പറയാം. അത് കേട്ടപ്പോൾ കമൽ പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറയണം. ഇതേസമയം കൊട്ടാരത്തിനകത്തേക്ക് പോയിട്ട് വിഷു ആണെങ്കിലും വിനായകനാണെങ്കിലും എല്ലാവരും വിളിക്കുന്നുണ്ട്. അവർ മാറി മാറി അങ്ങോട്ടേക്കൊക്കെ വിളിക്കുന്നുണ്ട്. അവിടെ ഇവിടെ എല്ലാം പോയി നോക്കുന്നുണ്ട്. പക്ഷെ ഒരിടത്തും കാണുന്നില്ല. ഒടുവിൽ വിശ്വം വിനായനും വിക്രവും കൂടെ ഒരിടത്തേക്ക് വരുവാണ്. വന്നു കഴിയുമ്പോഴത്തേനും വിനായകൻ പറഞ്ഞു, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അവളിവിടെ എങ്ങും കാണുന്നില്ലോ എന്ന് പറയാം. വിക്രം പറഞ്ഞു, പിന്നെ നന്ദിനി അടുത്ത് എവിടെ പോയെന്ന് ഓർക്കുവാണ്. അപ്പോഴാണ് വിനായകന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. വിനായകൻ കോൾ എടുത്ത് പരിചയമില്ലാത്ത നമ്പരാ. ഹലോ പറഞ്ഞു. അല്ല ഈ നന്ദിനി ആരാന്ന് ചോദിക്കുക. സാർ എൻ്റെ ഭാര്യയാന്ന് പറയണേ. ഭാര്യയാണോ? എങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സെക്യൂരിറ്റി ഓഫീസിലേക്ക് വാ, നിങ്ങളുടെ ഭാര്യ ഇവിടെ ഉണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ നന്ദിനി പേടിച്ചു പറിച്ച് നിൽക്കുന്നുണ്ട്. അല്ല എന്താ സാർ, എന്താ കാര്യം? അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു, ഇവർക്കെന്താ ബോധമില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിനായകൻ, എന്താ സാർ, ഇവരാ അറയ്ക്കുള്ളിൽ കയറിയേക്കുമായിരുന്നു. അറയ്ക്കുള്ളിലോ? ആ മുറിക്കകത്താണെങ്കിൽ ശ്വാസം പോലും നേരെ ജോബി കിട്ടത്തില്ലാത്തൊരു മുറിയാ. അതിനകത്ത് ഇവര് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവരോട് ആരാ അവിടെ പോയി ഇരിക്കാനായിട്ട് പറഞ്ഞേ? അത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു, സാറേ ഞാനവിടെ പോയി ഇരുന്നതല്ല, ഞാൻ അവിടേക്ക് അറിയാതെ കയറിപ്പോയതാ. കയറിക്കഴിഞ്ഞപ്പോൾ വാതിൽ തനിയെ അടഞ്ഞാ. വെറുതെ കള്ളത്തരം പറയരുത്, താങ്കൾ കയറിക്കഴിഞ്ഞപ്പോൾ അടഞ്ഞായിരിക്കും എന്ന് പറയണം. അല്ല സാറേ, ഞാൻ കയറിയപ്പോൾ ആരോ വലിച്ചു പുറത്തുനിന്ന് അടച്ച വാതില്, എനിക്കതറിയാം. ആ സമയത്ത് രണ്ടുപേരുണ്ടായിരുന്നു സെക്യൂരിറ്റിക്കാരന്മാരെ. ഒരുത്തൻ പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ, അതിനകത്ത് എങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണിയായാലും. ശ്വാസം കിട്ടാതെ അവിടെ കിടന്ന് കുറച്ച് സമയം കൂടെ കഴിഞ്ഞായിരുന്നേ മരിച്ചാണെന്ന് പറയാം. വിനായകൻ നന്ദിയെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും ഒരു സെക്യൂരിറ്റിക്കാരൻ ചോദിച്ചു, നിങ്ങൾക്ക് എഴുത്തും വായനയൊന്നും അറിയാവുന്നല്ലേ? എഴുത്തും വായന അറിയാമെങ്കിൽ പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ, പിന്നെ നിങ്ങളെന്തിനാ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയെന്ന് ചോദിക്കുക. സാറേ ഇത്തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം. അപ്പോഴേക്കും ആള് ചോദിച്ചു, അടുത്ത തവണ ഇനി ക്ഷമിക്കേണ്ടെന്നാണോ? അയ്യോ സാറേ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, സാറേ വീഴണം, ഞങ്ങൾ പോവാനായിട്ട് നിൽക്കുമായിരുന്നു, അതുകൊണ്ട് ഇതിന്റെ പ്രശ്നമായിട്ട് എടുക്കരുത്, ഞങ്ങളുടെ യാത്രയ്ക്ക് ഒരു തടസ്സം ആവലെന്ന് പറഞ്ഞു. തൽക്കാലം ഒരു തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറയണം. അങ്ങനെ നന്ദിനിയെ കൂട്ടിക്കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും വിനായകൻ ചോദിച്ചു, നിനക്കിത് എന്തിന്റെ കേടായിരുന്നേ, നീ എന്ത് കാണാൻ അങ്ങോട്ട് പോയെന്ന് ചോദിച്ചു. എല്ലാ ഇവനും ഒറ്റ എഴുത്തം കാരണം ഈ വിക്രം. ഞാനോ? നീ അല്ലേടാ പറഞ്ഞേ അതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നിലവറയിലേക്ക് എത്താന്ന്. ഇതും പറഞ്ഞ് നന്ദിനി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും വിനായകൻ പറഞ്ഞു, ദൈവമേ ഇതുപോലൊരു വെട്ടിക്കുശുമാട്ടം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിശ്വം പറഞ്ഞു, കൊള്ളാം, നല്ല സൂപ്പർ ഒരുത്തിയ ഭാര്യയായിട്ട് വിനായകന് കിട്ടിയെന്ന് പറയണം. ഈ സമയം നന്ദിനിക്കാണ് നല്ല ദേഷ്യവും സങ്കടമായിരുന്നു. പിന്നീട് അവരെല്ലാവരും കൂടെ അങ്ങനെ സന്തോഷത്തോടെ യാത്ര തുടരുവാണ്. അതിനുശേഷം ശ്രീപത്മനാഭൻ സ്വാമി ക്ഷേത്രത്തിന്റെ അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയത്ത് മാഷ് പറഞ്ഞു, ശരി എല്ലാവരും കൂടെ ഇറങ്ങി വാ, നമുക്ക് പെട്ടെന്ന് തൊഴുതിട്ട് വരാമെന്ന് പറയാണ്. ആ സമയം വിശ്വം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നന്ദിനി, ഇനി ഇവിടെ വന്നിട്ട് ഗുഹ തപ്പി പോയേക്കല്ല, മുമ്പേ രക്ഷപ്പെട്ടതുപോലെ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. കമല് പറഞ്ഞു, നിർത്തട മതി, ഇനിയിപ്പൊ കളിയാക്കിയെന്നൊക്കെ പറഞ്ഞു. നന്ദിനിക്കാണ് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ശ്രീജി പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ഞാൻ വണ്ടിയിൽ ഇരുന്നോളാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം കമല പറഞ്ഞു, ഒന്നും ഒരു കാര്യം ചെയ്യുക, വിശ്വം കൂടെ കൂട്ടിരിക്കുക, അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളെന്ന് പറയണം. എന്നാൽ ശരി നിങ്ങൾ പോയിട്ട് വരാൻ പറയണം, ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ക്ഷേത്രത്തിന് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ക്ഷേത്രത്തിന് അങ്ങോട്ടേക്ക് കയറുന്നതിന് മുമ്പ് മാഷ് പറഞ്ഞു, അതെ ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയി ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറയാണ്. കമലയും വേദയൊക്കെ അങ്ങോട്ട് നടക്കുന്ന സമയത്ത് വിക്രം ആ പുറകെ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും വിക്രത്തിനെ വിളിച്ചു മാഷ്, അതെ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം, നമുക്കവിടെ പോയി സംസാരിക്കാന്ന് പറയണം. അങ്ങനെ വിക്രത്തെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് മാറിപ്പോവാണ്. ഈ സമയത്ത് നന്ദിനി എന്ത് ചെയ്തു? നന്ദിനി അവരുടെ പിന്നാലെ കൂടി. ഇവരെന്തോ പറയാൻ നിൽക്കുവാണല്ലോ, രഹസ്യം കേട്ടിട്ട് തന്നെ കാര്യം എന്ന് കരുതിയിട്ട് നന്ദിനി അവിടെ പതുങ്ങി നിൽക്കുവാണ്. ഇതേ സമയത്ത് വിക്രത്തോട് മാഷ് പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയണം.
വിക്രം ചോദിച്ചു, എന്താ വെച്ചാ കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിലായിട്ട് ഒരു നീറ്റലുണ്ട്. ഇനിയിപ്പോൾ അതിങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കാനായിട്ട് പറ്റില്ല. നീയുമായിട്ട് എനിക്കത് പങ്കുവെക്കണം. എനിക്ക് നിന്നിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു, അച്ഛൻ എന്ത് കാര്യമാണെങ്കിലും എന്നോട് ചോദിക്കാൻ പറയുകയും ചെയ്യാലോ എന്ന് പറഞ്ഞു. പക്ഷെ ഈ സമയം നന്ദിനി പതുങ്ങി നിന്നിട്ട് നന്ദിനിക്ക് ഒന്നും ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താ ഈ പറയുന്ന ഒന്നും അങ്ങ് ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ലോ. നന്ദിനി ഒന്നുകൂടെ ചെവി കൂർപ്പിച്ച് പിടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് മാഷ് പറഞ്ഞു, ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? കുറച്ച് നാൾ ഈ ക്ഷേത്രത്തിൽ ഒരു കുപ്രസ്ഥ അനാചാരം നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ശുചീന്ദ്രൻ കൈമുക്കെന്ന് പറഞ്ഞ ഒരു അനാചാരം. അതെന്താന്ന് നിനക്ക് അറിയാവുന്ന ചോദിച്ചു. അപ്പൊ വിക്രം ഇല്ലാന്ന് പറയണ. അതെന്താന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവരെയൊക്കെ എന്ത് ചെയ്യും, രാജാവ് ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടിട്ട് തിളച്ച എണ്ണ വെക്കും. ആ തിളച്ച എണ്ണയ്ക്കകത്തേക്ക് കുറ്റക്കാരെന്ന് സംശയിക്കുന്നവരെ അവിടെ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടു നിർത്തും. അതിനുശേഷം രാജമുദ്രയുള്ള ഒരു നാണയം അതിനകത്തേക്ക് ഇടും. അപ്പം കുറ്റക്കാരെന്ന് സംശയിക്കപ്പെടുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, ആ രാജമുദ്രയുള്ള നാണയം അത് കൈയും കൊണ്ട് ആ തിളച്ച എണ്ണയ്ക്കകത്തേക്ക് കൈയിട്ട് അത് എടുക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ തിളച്ച എണ്ണയ്ക്കകത്ത് കൈ മുക്കിയല്ലേ അത് എടുക്കുന്നേ. എടുത്തതിന് ശേഷം 3 ദിവസത്തിന് ശേഷം കൈ നോക്കും. കൈ നോക്കണ സമയത്ത് കൈ പൊള്ളിയിട്ടില്ലെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല. കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഒരു അനാചാരം തന്നെയായിരുന്നു. കാരണം തിളച്ച എണ്ണയ്ക്കകത്ത് കൈ മുക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കൈ പൊള്ളൂല്ലോ. അപ്പൊ രാജാവ് വിശ്വസിച്ച് എന്താ, എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരെല്ലാം ശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നീട് ബ്രിട്ടീഷുകാരാണ് അത് ഇല്ലാതാക്കി കളഞ്ഞെന്നൊക്കെ പറഞ്ഞു. അത് സമയം ഇത് നന്ദിനി കേട്ടു. ഇയാളെന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അച്ഛനെന്താ ഹിസ്റ്ററി ക്ലാസ് എടുക്കാനായിട്ടാണോ വിക്രത്തെ ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് എന്നൊരു ചിന്ത നന്ദിനിയുടെ മനസ്സിലുണ്ടായി. അപ്പോഴേക്കും മാഷി വിക്രത്തോട് പറഞ്ഞു, നിനക്കൊരു സംശയം ഉണ്ടായിരിക്കില്ലേ ഞാൻ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ പറയണേന്ന്? എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു അഗ്നി ഇപ്പോൾ ഉണ്ടെന്ന് പറയണേ. എന്താ എന്താ അച്ഛൻ ഇങ്ങനെ പറയണേ? അപ്പോഴേക്കും മാഷു പറഞ്ഞു, എൻ്റെ മനസ്സും ഇപ്പം തിളച്ച എണ്ണ പോലെ ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുക. വല്ലാത്തൊരവസ്ഥയിലാണ്. അതിനൊരു ശമനം ഉണ്ടാവണമെങ്കിൽ എനിക്ക് എന്തേലും ഒന്ന് ചെയ്തേ മതിയാവുള്ളൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ കൃത്യമായിട്ടുള്ള ഉത്തരം പറയണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വിക്രം ചോദിച്ചു, എന്താ അച്ഛൻ്റെ മനസ്സിൽ എന്താന്ന് ചോദിക്കണം. അല്ല, എൻ്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തെറ്റ് ചെയ്ത് തന്നെയാണ്. ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാണ്. പക്ഷേങ്കിൽ പിന്നീട് ഒരിക്കലും മറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഇപ്പൊ ഈയിടെയായിട്ട് നിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ചിന്തകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നീ തെറ്റ് ചെയ്തെന്ന് ആരോപിക്കപ്പെട്ട് ശിക്ഷ അനുഭവിച്ച് അകത്ത് പോയതാണ്. പക്ഷെ കുറെ കാലം മുമ്പ് വരെ ഞാൻ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്ന നീ തെറ്റ് ചെയ്യുന്ന. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നുണ്ട് അതങ്ങനെയല്ലെന്ന്. അങ്ങനെ ചിന്തിക്കാൻ കാരണം വേദയാണ് എൻ്റെ മനസ്സ് മാറ്റിയെടുത്തത്. അപ്പൊ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയണു നീ തെറ്റ് ചെയ്തിട്ടില്ലാന്ന്. സത്യമാണോ? എനിക്ക് ആ സത്യം അറിയണം. എങ്കിൽ മാത്രമേ തിളച്ച എണ്ണ പോലെ മറിയണ എൻ്റെ മനസ്സിന് ഒരു ശാന്തത ഉണ്ടാവുള്ളൂ. ആ അഗ്നി എന്ന് അടങ്ങണമെങ്കിൽ ഒരു ശാന്തത ഉണ്ടാകത്തുള്ളൂ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വെക്കോ ഒരു നിമിഷം ഇങ്ങനെ ഒന്ന് മിണ്ടാതെ നിൽക്കണം. സത്യം പറയടാ, ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ വെച്ചാൽ നിന്നോട് ഞാൻ ചോദിക്കുന്നത്, നീ എന്നോട് സത്യം മാത്രമേ പറയാവുള്ളൂ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അല്ല അച്ഛൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായില്ലേ? ഞാൻ പറയാം, പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ചെയ്ത് ആരാന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. അത് ഞാൻ പറയില്ല എന്ന് പറയണം. പിന്നീട് മാഷിനോട് വിക്രം പറഞ്ഞു, ആ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. അച്ഛൻ്റെ ബാഗിനകത്ത് ഞാനല്ല മയക്കുമരുന്ന് വെച്ചത്. അന്ന് പക്ഷെ അച്ഛനെ രക്ഷിക്കാനായിട്ട് എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു. എല്ലാവരുടെ മുന്നിൽ അച്ഛൻ അപകാശനായിട്ട് ജയിലിലേക്ക് പോകാനായിട്ട് എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ ആ തെറ്റ് ഏറ്റെടുത്തതാ. കാരണം അച്ഛനറിയാലോ എനിക്ക് അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷിന് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. പക്ഷെ പിന്നീട് ആ തെറ്റ് തിരുത്തണമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ അതിനെനിക്ക് പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലായി പോയി ഞാൻ. ആ തെറ്റ് ചെയ്ത ആരാന്ന് എന്നോട് ചോദിക്കരുത്, അത് മാത്രം ഞാൻ പറയില്ല. എനിക്ക് പറയാൻ പറ്റില്ലെന്ന് പറയോ. ഇത് കേട്ട് കഴിഞ്ഞാൽ മാഷും വിക്രത്തിനും ചേർത്ത് പിടിച്ചു. എൻ്റെ മോനെന്നും പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയണം. അതുപോലെ തന്നെ വിക്രം അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുക. ഇത്രയും കാലം മാഷിന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സംശയം അതങ്ങനെ നീങ്ങുവാണ്. താൻ ഇവനോട് തെറ്റാണല്ലോ ചെയ്തേ എന്നൊരു ചിന്ത മാഷിന്റെ മനസ്സിലുണ്ടായി. അതേസമയം വിശ്വ ശ്രീജയും അപ്പമ്മോളും കൂടെ ഒരു കടയിൽ കയറിയിരിക്കുകയാണ്. അവിടെ ചെന്ന് ഒരു ചെറിയ നിലവിളക്ക് എടുത്തു വിശ്വം. അല്ല, ഇതെന്തിനാ വിശ്വയുടെ ഈ ചെറിയ വിളക്ക്? അതെ, ശ്രീ പ്രൊഡക്ട്സിന്റെ ഭാഗമായിട്ട് നിനക്ക് ഞാൻ വാങ്ങിത്തരുന്ന ഗിഫ്റ്റാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ ചോദിച്ചു, അപ്പൊ എനിക്ക് വളയൊന്നുമില്ലേ? വളയൊക്കെ വാങ്ങിച്ചു തരാം, അത് അപ്പുറത്ത് കടയിൽ നിന്ന് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രീജ പറഞ്ഞു, അല്ല വിശ്വേട്ടാ, വിശ്വനൊരു കാര്യം ചെയ്യാം, അമ്പലത്തിൽ പോയിട്ട് പോരാ, ഞാനിവിടെ നിന്നോളാന്ന് പറയാം. അത് വേണ്ട. അല്ലെങ്കിലും പണ്ടോട്ട് വിശ്വേട്ടന് അത്ര വിശ്വാസമൊന്നുമില്ലോ. വല്ലപ്പോഴും എൻ്റെ കൂടെ എങ്ങനെ ഞാൻ നിർബന്ധിച്ചാലൊന്നും വന്നാലേ.
എൻ്റെ ശ്രീജെ, നമ്മൾ പോകേണ്ട കാര്യമൊന്നുമില്ല. അതെന്താ വിശ്വട്ടാ അങ്ങനെ പറഞ്ഞേ? അല്ലെങ്കിൽ തന്നെ ഭഗവാന് എല്ലാവരുടെയും പരാതി കേൾക്കാനേ സമയമുള്ളൂ. കേട്ട് കേട്ട് ഭഗവാൻ മടുത്ത് കാണും. ഇനിയിപ്പം ഞാൻ ഒരാൾ കുറയുവാണെങ്കിലേ അടുത്തയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. പരാതി കേട്ടിട്ട് അയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് പറയാം. അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു, അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട. അയ്യോ, പുച്ഛിച്ചൊന്നുമല്ല, ഞാനുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞ. ആ സമയം അപ്പുമോള് ചോദിച്ചു, അല്ലച്ചാ അച്ഛൻ നിരീശ്വരവാദിയാണെന്ന് ചോദിക്കാം. ആഹാ, മോള് കൊള്ളാലോ. ഇത്ര ചെറിയ വായിൽ ഇത്ര വലിയ വാക്കൊക്കെ എങ്ങനെ പഠിച്ചെടുത്തു? TV-ന്ന് പഠിച്ചെടുത്താ. അത് കേട്ടപ്പം വിശ്വം പറഞ്ഞ, അതെ, ഇതിനുള്ള ഉത്തരം ഞാൻ പിന്നെ പറഞ്ഞുതരാം. മോള് കുറച്ചുകൂടെ വലുതായതിനു ശേഷം അപ്പൊ പറഞ്ഞാലോ മോൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് കടക്കാരനോട് പറഞ്ഞു, ഇതൊന്ന് പാഴ്സലായിട്ട് പാക്ക് ചെയ്ത് വെച്ചേരെ, ഞങ്ങൾ മോൾക്ക് വള വാങ്ങിയിട്ട് തിരികെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വള വാങ്ങിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. പിന്നീട് നന്ദിനി വിനായകന്റെ അടുത്തേക്ക് വരുവാണ്. വിനായകനാണെ അവിടുത്തെ ഭംഗിയൊക്കെ ക്ഷേത്രത്തിന് നോക്കി നിൽക്കുവാണ്. ആ സമയത്ത് നന്ദിനി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ എന്തെടുക്കുമോ മനുഷ്യ? നോക്ക് നന്ദിനി, ഞാൻ ഇതിന്റെ ശില്പശാരദയൊക്കെ നോക്കുമായിരുന്നു പറയണം. നിങ്ങളിവിടെ ശില്പശാരദം കണ്ടോണ്ട് നിന്നു. അവിടെ കെട്ടിപ്പിടുത്തവും കരച്ചിലൊക്കെ. എവിടെ? അവിടെ അച്ഛനും മോനും തമ്മിൽ കെട്ടിപ്പിടുത്തമാണ്. നിനക്കിത് എന്ത് പറ്റി നന്ദിനി? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയണം. എന്ത് കാര്യങ്ങള്? പണ്ട് കാലത്ത് ഇവിടെ നിന്ന് ഇവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ. പണ്ട് കാലത്ത് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതെ, നിങ്ങളുടെ അച്ഛനും പിന്നെ വിക്രം കൂടെ അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി അവർ തമ്മിൽ എന്തോ രഹസ്യം ഉണ്ടെന്ന്. ഞാൻ അവരുടെ പിന്നാലെ ചെന്നു കഴിഞ്ഞപ്പം അച്ഛൻ എന്തോ ആദ്യം വിക്രത്ത് എന്തോ ഹിസ്റ്ററി ക്ലാസ് എടുത്തു. ഹിസ്റ്ററി ക്ലാസ്സോ? അതേന്നെ, ഇവിടെ എന്തോ കൈമുക്ക് എന്തോ നിലനിന്നെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. ശുചീന്ദ്രൻ കൈമുക്കിന്റെ കാര്യമാണ് നീ പറഞ്ഞേ? അതെ. അതെന്തിനാ? അതാ ഇപ്പം. അതെ, ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറയണേ. എന്ത് പ്രശ്നം? വിക്രം തെറ്റ് ചെയ്തിട്ടില്ലെന്നാ ഇപ്പൊ വിക്രം പറയുന്നേ. തെറ്റ് ചെയ്തിട്ടില്ലെന്നോ? അതെ, അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ് സത്യം പറയണമെന്ന് പറഞ്ഞപ്പോ വിക്രം പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അച്ഛാന്ന്. ആ പണ്ട് നടന്ന ആ കേസില്ലേ, അത് കേട്ട ഒരു നിമിഷം വിനായകൻ ഞെട്ടിപ്പോയി. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനായകന്റെ ഞെട്ടൽ കണ്ടപ്പോഴത്തേനും നന്ദിനി ചോദിച്ചു, എന്താ നിങ്ങൾ എന്താ വിനായേട്ടാ ഞെട്ടിയെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ അങ്ങനെ പെട്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പം. അല്ല, പെട്ടെന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ ഞെട്ടുന്ന ഞെട്ടലല്ലോ നിങ്ങൾ ഞെട്ടിയത്. എന്നിട്ട് അവൻ മറ്റെന്തേലും പറഞ്ഞോ? എന്ത് പറഞ്ഞോന്ന്? നിങ്ങൾക്ക് എന്താ ഒരു വെപ്രാളം പോലെ? പറച്ചില് കേട്ടാ തോന്നൂല്ലോ നിങ്ങളെന്തോ തെറ്റ് ചെയ്ത പോലെ. അങ്ങനൊന്നുമില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് വിനായകൻ ഉരുണ്ട് കളിക്കുവാണ്. ഇത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു, അച്ഛനോട് അവൻ തുറന്ന് സംഭവിച്ചു. അവൻ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ തെറ്റ് ചെയ്ത ആരാന്ന് ചോദിക്കരുതെന്നൊക്കെ പറഞ്ഞു. അച്ഛൻ അത് കേട്ട് കഴിഞ്ഞ് ഭയങ്കര വിഷമായി. അച്ഛൻ അവനെ ചേർത്ത് പിടിച്ച് പൊട്ടി കരയുമായിരുന്നു. ശരി, ഇതൊക്കെയാ അവിടെ നടന്നേന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിനായകൻ ചോദിച്ചു, അല്ല അത് പിന്നെ നന്ദിനി എന്താ വിനയേട്ടാന്ന് ചോദിക്കുവാണ്. അല്ല, എനിക്ക് എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. കാര്യം പറ. വിനായേട്ടൻ ഞെട്ടിയതിന്റെ കാര്യം എന്താന്ന് എനിക്ക് അറിയണം. അല്ലെങ്കിലുണ്ടല്ലോ. അത് കേട്ട് വിനായൻ പറഞ്ഞു, ഞാൻ ഞെട്ടിയിട്ടൊന്നുമില്ല. ശരി, സംഭവിച്ചു, ഞെട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിലേ നമ്മൾ ക്ഷേത്രത്തിലല്ലേ വന്ന് നിൽക്കുന്നേ. വേറെ ഈ ഇടയായിട്ട് വിനായൻ ചേട്ടൻ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അതിന്റെ കാര്യം എനിക്ക് എന്താണെന്നറിയണം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ. നേരത്തെ ഇവിടെ എന്തോ കൈമുക്കോ മറ്റോ കാര്യങ്ങളോ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞേ. അങ്ങനെയാണ് കുറച്ച് തിളച്ച എണ്ണ അവിടെ കൊണ്ടുപോയി വെച്ച് അതിനകത്ത് കൈമുക്കാം. അപ്പൊ എങ്ങനെയുണ്ട്? കൈമുക്കിക്കൊണ്ട് വിനായൻ ചേട്ടൻ സത്യം പറയണം. വെറുതെയാന്ന്, വേറെ ഞാൻ പേടിക്കുന്നില്ലാന്ന്. അത് കേട്ടപ്പോ വിനായൻ പറഞ്ഞു, കൈ മുക്കിയിട്ടാണ് തിളച്ച എണ്ണയ്ക്കകത്ത് കൈ മുക്കിയിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളും. അത് ശാസ്ത്രമൊന്നുമല്ല, അതൊരു സത്യമാന്ന് പറയാണ്. അത് കേട്ടത് നന്ദിനി പറഞ്ഞു, സത്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ മുന്നിൽ സത്യം പറയണം. അതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? സത്യം പറഞ്ഞാൽ മതിയാവുള്ളൂ. ക്ഷേത്രത്തിന് അവിടെ പോയി എന്നോട് പറയണം. വേദ എന്തുകൊണ്ടാണ് വിനായൻ ചേട്ടൻ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചോണ്ടിരിക്കണമെന്ന് അതിന്റെ കാര്യം എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. ഒടുവില് ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ വിനായൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ആ കാര്യം പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, കുറെ കാലങ്ങൾക്ക് മുമ്പ് നടന്ന, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന എന്ത് കാര്യങ്ങളാണ് എനിക്ക് അറിഞ്ഞാൽ മതിയാവുള്ളൂ. അപ്പോഴേക്കാണ് വിനായൻ ആ കാര്യം പറഞ്ഞത്. അത് പിന്നെ മുമ്പേ വിക്രം അച്ഛനോട് പറഞ്ഞില്ലേ, വിക്രം അല്ല തെറ്റ് ചെയ്തതെന്ന്. ആ തെറ്റ് ചെയ്ത് ആരാന്നറിയാവോ? ഞാനാ. അച്ഛന്റെ ബായിനകത്ത് മയക്കുമരുന്ന് വെച്ചെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദിനി ശരിക്കും ഞെട്ടി. എന്താ വിനായേട്ടാ പറയണെന്ന് ചോദിച്ചു. സത്യമാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദിനി പറഞ്ഞു, ക്ഷേത്രമായി പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ കർണം പൊത്തി ഞാനൊന്നും തന്നേനം. ഞാനും വേദയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. കാരണം വേദയോട് എനിക്ക് അസൂയ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാ. ഇനിയും ചിലപ്പോൾ ഞാൻ അവളുമായിട്ട് വഴക്ക് കൂടി ഇരിക്കും. പക്ഷെ അന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങൾ കുടുംബത്തെ മൊത്തം ചതിക്കുമല്ലേ ചെയ്തേ?
സ്വന്തം അച്ഛനെ ചതിക്കാൻ കൂട്ടു എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി വിനായേട്ടാന്ന് ചോദിക്കുക. നന്ദിനി പറ്റിപ്പോയതാന്ന് പറഞ്ഞു കുറെ കാര്യങ്ങൾ പറയണം. ഒടുവിൽ പറഞ്ഞു, നീ ദൈവത്തെ ഓർത്ത് അച്ഛനോടും അമ്മയോടും ആരോടും ഇത് പറയരുത്. നിന്റെ പൊട്ടബുദ്ധിക്ക് നീ ഇത് ആരോടും പറയരുത്. വിനായൻ ചേട്ടാ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഓ, എന്നാലും ഇങ്ങനെ ഒരുത്തനായി പോലെ എൻ്റെ ഭർത്താവ്. നിങ്ങൾ എന്നിട്ട് ഇത്രയും കാലം ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നന്ദിനി, നീ നിന്റെ പൊട്ടബുദ്ധിക്ക് ആരോടും പറയരുത്. നിന്റെ കാല് പിടിക്കാൻ ഞാനെന്നും പറഞ്ഞുകൊണ്ട് നന്ദിനിയുടെ മുന്നിൽ കൈ കൂപ്പി നിന്ന് അപേക്ഷിക്കുകയാണ് വിനായകന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.